കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 4-ാമത്തെ വാക്യം. അവൻ നിന്റെ അവകാശിയാകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ദൈവത്തിന്റെ സ്നേഹിതനായ പ്രവാചകനായ ആദ്യ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ ദൈവം വിളിക്കുകയാണ്. വിളിച്ചു മുൻപോട്ട് കൊണ്ടുവന്ന അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. അബ്രഹാം ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായ എന്തെന്നാൽ, അബ്രഹാമേ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ മഹത്തായ പ്രതിഫലവും ആകും. പക്ഷെ അബ്രഹാം ചോദിക്കുന്ന ഒരു ചോദ്യം, എനിക്ക് എന്തു തരും? നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായിട്ടിരിക്കും. മാത്രമല്ല ഒരു പരാതി ദൈവത്തോട് പറയുക, ദമ്മേശേക്കുകാരനായ ഈ എലിയാസർ എന്റെ സകലത്തിന്റെയും അവകാശിയാണ്. ഒന്ന്, ഒരു ഇല്ലായ്മ പറയുന്നു. രണ്ട്, തന്റെ സമ്പത്ത് ദമ്മേശേക്കുകാരനായിരിക്കുന്ന എലിയാസർ എടുക്കും. ഒന്ന്, തന്റെ ഇല്ലായ്മയും. രണ്ട്, തന്റെ നഷ്ടവും ഭക്തനായിരിക്കുന്ന അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ എടുത്തു വെക്കുകയാണ്. ഈ 27-ാം തീയതി പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഇല്ലായ്മയും രണ്ടാമത് നിങ്ങൾക്ക് വരാനിരിക്കുന്ന നഷ്ടവും സംബന്ധിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ എന്ത് തരും തൻ്റെ ഇല്ലായ്മ? എനിക്കൊരു മകനില്ല, അത് തൻ്റെ ഒരു ഇല്ലായ്മയാണ്. രണ്ടാമത്തത് തനിക്ക് വരാനിരിക്കുന്ന നഷ്ടം. ഈ സമ്പത്ത് എലിയാസറിന് അവന് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഇല്ലായ്മയിലും നഷ്ടത്തെയും മുൻകണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടിരിക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ട്, അസാധാരണമായ ചിന്തകൾക്കതീതമായ ഒരു ദൈവപ്രവർത്തിയുടെ ശുഭദിനങ്ങൾ നിങ്ങളെ തേടി വരികയാണ്. എന്നാൽ ദൈവം അബ്രഹാമിനോട് പറയുന്നത്, അവൻ നിന്റെ അവകാശിയാകുകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ദൈവം ഒരു ഭക്തനെ വിളിച്ച് പാതി വഴിയിൽ കൊണ്ടുവന്ന് ആ വാഗ്ദത്തങ്ങൾ പറഞ്ഞു കൊണ്ടുവന്ന ദൈവം പാതി വഴിയിൽ കൊണ്ടുവന്ന് മരിപ്പിച്ച് പേരില്ലാതെ താൻ ആരാണെന്നറിയാതെ തള്ളിക്കളയുന്ന ദൈവമല്ല. കൽദയരുടെ പട്ടണമായിരിക്കുന്ന ഊരിൽ നിന്നും ഈ മനുഷ്യനോട് വിളിച്ചു പറഞ്ഞ ഒരു ഭാഗം, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവാ. ആ ദേശത്ത് ചെല്ലുമ്പം നീ പ്രായമായി മരിച്ച് അടക്കപ്പെട്ട് നിന്റെ പേരില്ലാതെ നീ ഇല്ലായ്മയായി പോകും എന്നല്ല ദൈവം വിളിച്ചത്. ചാർച്ചക്കാരെയും പ്രതിർഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു വരിക എന്നരുളി ചെയ്ത ദൈവം തന്റെ ഭക്തന്റെ വഴിധാരകളിൽ അന്നുവരെ ഓപ്പണാകാത്ത വഴികളെയും വാതിലുകളെയും നീണ്ട 75 വർഷങ്ങൾ താൻ കൽദയരുടെ പട്ടണമായിരിക്കുന്ന ഊരിൽ വസിച്ചപ്പോൾ ജനിക്കാത്ത തലമുറയോടുള്ള ബന്ധത്തിൽ, തന്റെ മുമ്പിൽ വെളിപ്പെടാനിരിക്കുന്ന വാഗ്ദത്തങ്ങളോടുള്ള ബന്ധത്തിൽ, താൻ ഇനിയും സഞ്ചരിപ്പാനിരിക്കുന്ന അനവധി മേഖലകളിൽ ഒരുപക്ഷെ ഈ പ്രഭാതത്തിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു യാത്ര കൊണ്ട് പക്ഷെ ഇന്നും പുറപ്പെട്ടിട്ടില്ല. ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന മേഖലകളുണ്ട്, പക്ഷെ ഇന്നും അവിടേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഏകാലയോ പുറത്തു വരിക. ആയിരിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന്, ആയിരിക്കുന്ന മേഖലകളിൽ നിന്ന് പുറപ്പെടാൻ തയ്യാറായാൽ, നീ ഇന്നുവരെ ചലിക്കാത്ത, നിന്റെ കാലടികൾ സ്പർശിച്ചിട്ടില്ലാത്ത, നിന്റെ കണ്ണുകൾ എത്തിയിട്ടില്ലാത്ത അതേ മണ്ണുകളിലൂടെ, അതേ സ്ഥാനങ്ങളിലൂടെ
അതേ ദേശങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതിന് നിന്റെ കണ്ണുകളെയും നിന്റെ കാലുകളെയും നിന്റെ ഹൃദയത്തെയും ശരീരങ്ങളെയും അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്ന് പകൽ തയ്യാറെടുക്കുക. സ്വർഗത്തിൽ ദൈവം അയക്കാൻ വിശ്വസ്തനാണ്. ഇപ്പൊ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടാൻ ആഗ്രഹിച്ച ഭക്തൻ ദൈവത്തോട് ചോദിക്കുന്നു, പാതി വഴിയിൽ എനിക്ക് മകനില്ല. ദൈവത്തിന്റെ ആലോചന, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ നിന്റെ മകനായിരിക്കും. എന്നാൽ അബ്രഹാമിന് ഒരു മകൻ ജനിക്കുകയാണ്. ആദ്യം നമുക്കറിയാം, അബ്രഹാമിന് ഒരു മകൻ ജനിക്കുന്നു, പേര് ഇസ്മായിൽ. രണ്ടാമത് അബ്രഹാമിന് 99 വയസ്സായപ്പോൾ അബ്രഹാമിനോട് ദൈവം ഇടപെടുക. 17-ാം അധ്യായത്തിൽ അവിടെ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് സംസാരിക്കുന്ന സാഹചര്യത്തിൽ അബ്രഹാം ദൈവവുമായിട്ട് സംസാരിക്കുക. എന്നാൽ ഈ 3 പേർ അബ്രഹാമിന്റെ കൂടാരം വിട്ടു പോകുന്നതിന് മുമ്പ് അബ്രഹാമിനോട് ചോദിക്കുന്നു, നിന്റെ ഭാര്യയാകുന്നു സാറായി. അബ്രഹാമിന്റെ മറുപടി ഇങ്ങനെയാണ്, അവൾ അകത്തുണ്ട്. പക്ഷേ മറുപടി ഇങ്ങനെയാണ് ദൂതന്മാരുടെ ഭാഗത്ത് നിന്ന്, പേടിക്കണ്ട അബ്രഹാമേ, നിന്റെ സാറായി. 18-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? 1 ആണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറായിക്ക് ഒരു മകൻ ഉണ്ടാകും എന്നറിയിച്ചു. ഈ വാഗ്ദത്തം പറഞ്ഞ് ദൂതന്മാർ മടങ്ങി. കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ ആ വാഗ്ദത്തം അവരിൽ നിറവേറി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ചോദിച്ച ചോദ്യം, എനിക്കൊരു മകനില്ല. നഷ്ടത്തിന്റെ, ഇല്ലായ്മയുടെ കണക്ക്, ഇല്ലായ്മയുടെ വാക്ക്. രണ്ടാമത് പറഞ്ഞ വാക്ക്, ഈ ദമ്മശ്ശേക്കുകാരൻ എന്റെ സകല അവകാശത്തിനും ഓഹരിക്കാരനാകും, നഷ്ടപ്പെടാനിരിക്കുന്ന വിഷയം. പക്ഷെ സ്വർഗം പറഞ്ഞു, ഇല്ല, നിന്റെ ഉദരത്തിലൂടെ പുറപ്പെടുന്നവൻ. ഒരുപക്ഷെ പറയാം, ഇസ്മായിൽ ഉണ്ടല്ലോ. പക്ഷെ സ്വർഗം പറഞ്ഞില്ല, അബ്രഹാമിനും സാറായിക്കും ജനിക്കുന്ന ഒരു മകനുണ്ട്, അവനാണ് നിന്റെ സകലത്തിന്റെ ഓഹരിക്കാരൻ. അതിനിടയിൽ ഇന്ന് രാത്രിയിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കും, ഈ പ്രഭാതത്തിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ, വാഗ്ദത്തം പറഞ്ഞ ദൈവം തന്റെ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി സാഹചര്യങ്ങളിലൂടെ ചലിപ്പിച്ചേക്കാം. മുൻപോട്ടുള്ള യാത്രകളിൽ പ്രയാസകരമായിരിക്കുന്ന അവസ്ഥ, ഇതൊരിക്കലും നടക്കത്തില്ല എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കത്തക്കവണ്ണ സംഭവങ്ങൾ മാറിയേക്കാം. പക്ഷെ തിരിച്ചറിയണം, അബ്രഹാമിനും സാറായിക്കും ജനിക്കുവാനിരിക്കുന്ന ഇസഹാക്കിന് മുമ്പ് ജനിച്ച ഇസ്മായേൽ ഒരിക്കലും അബ്രഹാമിന്റെ അവകാശത്തിന് ഓഹരിക്കാരനായില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ പ്രഭാതത്തിലും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിന്റെ വിജയപരാജയ മേഖലകളിൽ പലപ്പോഴും മറ്റൊരുത്തൻ എൻ്റെ അവകാശങ്ങൾ, മറ്റൊരുത്തൻ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം കവർന്നെടുക്കുമോ എന്ന് പ്രാർത്ഥിക്കുന്ന, ഭയപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, പ്രിയരെ, ദൈവം നിങ്ങളോട് പറഞ്ഞ ആലോചനയ്ക്ക് ഒരിക്കലും മാറ്റം വരത്തില്ല. ഇസ്മായിൽ ഉണ്ടായി വരട്ടെ, ദമ്മശ്ശേക്കുകാരൻ വീട്ടിലുണ്ടായിരിക്കട്ടെ, ഇനിയും പുതിയ ആരെങ്കിലും അവിടേക്ക് കടന്നു വരട്ടെ, പക്ഷേ ദൈവം അബ്രഹാമിനും സാറായിക്കും കൊടുത്ത വാഗ്ദത്തം ആർക്കും പിടിച്ചടക്കാൻ കഴിയില്ല. വിശ്വസിക്ക്, ദൈവത്തിന്റെ അത്ഭുതം കാണും. അതെ, വാഗ്ദത്തം വെളിപ്പെടുക തന്നെ ചെയ്യും. ഗോഡ് ബ്ലസ് യു.